വെൽക്കം. പ്രവാചകന്റെ വളർത്തുമകൻ സയ്യിദ് ഇബ്നു ഹാരിസ് പ്രവാചകന്റെ കയ്യിൽ എത്തിപ്പെട്ടത് ഒരു അദ്ഭുത സംഭവത്തിലൂടെയാണ്. പ്രസിദ്ധമായ ഖൽബ് ഗോത്രത്തിലെ ഹാരിസും ഭാര്യ സൗദയും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബം. ഭാര്യ സൗദയ്ക്ക് ദൂരെയുള്ള തന്റെ കുടുംബക്കാരെ കാണാൻ ആഗ്രഹമായി ഭർത്താവ് ഹാരിസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശ്വസ്തരായ കച്ചവട സംഘത്തിന്റെ കൂടെ സൗദയെയും 7 വയസ്സായ ചെറിയ മകൻ സെയ്ദിനെയും പറഞ്ഞയച്ചു. കുറച്ചു ദിവസത്തേക്കാണെങ്കിലും തന്റെ ഓമന മകൻ സയ്യിദിനെ യാത്രയേക്കുമ്പോൾ പിതാവിന്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. മോനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കൊച്ചു സയ്യിദ് വളരെ സന്തോഷത്തിലായിരുന്നു. വിശാലമായ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെയായി ആ കൊച്ചു യാത്രസംഘം പുറപ്പെട്ടു. യാത്ര അവസാനിക്കാൻ ഏകദേശം ആയപ്പോൾ സൗദയുടെ മനസ്സിൽ സമാധാനം വന്നു. തന്റെ കുടുംബക്കാരെ കാണാൻ ആയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. കുതിരപ്പുറത്ത് വന്നാൽ കൊള്ളക്കാർ അവരെ ആക്രമിച്ചു. മാരക ആയുധങ്ങളുമായി വന്ന അവർ കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചു. ഒട്ടകങ്ങളെയും കുതിരകളെയും അവരുടെ പക്കൽ ഉണ്ടായിരുന്ന സർവ്വസാധനവും ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി അവർ കൈവശപ്പെടുത്തി. ദയനീയ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കവർച്ചാസംഘം സൗദയുടെ കയ്യിൽ നിന്ന് സെയ്ദിനെ തട്ടിപ്പറിച്ചു. വാവിട്ട് കരയുന്ന സൗദയെ തള്ളി മറിച്ചിട്ടു. മക്കയിലെ പേരുകേട്ട ഉക്കാളച്ചന്തയിലേക്കാണ് അവർ സയ്യിദിനെ കൊണ്ടുപോയത്. നല്ല ഓമനത്വം തുളുമ്പുന്ന ആ കുട്ടിയെ വാങ്ങാൻ ആൾക്കാർ ക്യൂ ആയിരുന്നു. സയ്യിദിനെ അടിമയായി മക്കക്കാരനായ ഒരു വ്യാപാരി പണം കൊടുത്തു വാങ്ങി. പാവം സയ്യിദ് വിധിക്കുക കീഴടങ്ങി അയാളുടെ കൂടെ പോയി. ഹക്കീം ഇബ്നു ഹിഷാം ആയിരുന്നു ആ അടിമ വ്യാപാരി. പേരുകേട്ട കുടുംബത്തിലെ ഓമനയായി വളർന്ന സയ്യിദ് ബിൻ ഹാരിസിനെയും കൂട്ടി ആ വ്യാപാരി തന്റെ വീട്ടിലേക്ക് പോയി. ഹക്കീമിന്റെ അമ്മായിയായിരുന്ന ഖദീജ ബീവി ഒരിക്കൽ ഹക്കീമിനെ സന്ദർശിച്ചപ്പോൾ ആ വീട്ടിൽ കുറെ അടിമക്കുട്ടികളെ കണ്ട് അത്ഭുതത്തോടെ നോക്കിനിന്ന്. ഇത് കണ്ട ഹക്കീം ഖദീജയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിമക്കുട്ടിയെ നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ ഖദീജ കൂട്ടത്തിൽ ഓമനത്തം വിട്ടുമാറാത്ത സെയ്ദിനെ തിരഞ്ഞെടുത്തു. കണ്ടാൽ അടിമക്കുട്ടിയാണെന്ന് തോന്നുകയേയില്ല. പക്ഷേ ഖദീജ സയ്യിദിനെ അടിമയെപ്പോലെ അല്ലായിരുന്നു കണ്ടിരുന്നത്. മകനായി തന്നെയായിരുന്നു വളർത്തിയത്. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. അന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ലായിരുന്നു. നബി തങ്ങൾ ബീവിയുടെ വീട്ടിൽ താമസമാക്കി. ഓമനത്തം തുളുമ്പുന്ന സയ്യിദിനെ കണ്ടപ്പോൾ മുത്ത് നബി ഖദീജ ബീവിയോട് അന്വേഷിച്ചു. പ്രവാചകൻ ഖദീജ ബീവി സയ്യിദിനെ സമ്മാനമായി നൽകി. കുട്ടികളുടെ കളിത്തോഴനായിരുന്ന മുത്ത് നബി സയ്യിദിന്റെ പരിചരണം ഏറ്റെടുത്തു. ഒരു അടിമയല്ലാതെ ആയിരുന്നു അവിടെ വളർന്നത്. ഇപ്പോൾ സെയ്ദിനെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ദുഃഖം കുറഞ്ഞുവന്നിരുന്നു. അവരെക്കാൾ കൂടുതൽ ആയിട്ട് മുത്തുനബിയും ഖദീജ ബീവിയും ഇതിനെ ഓമനിച്ചു വളർത്തി. മുത്തുനബി സയ്യിദിന്റെ എല്ലാമായി. ഇതേസമയം സെയ്ദിന്റെ മാതാപിതാക്കൾ ഹൃദയം പൊട്ടിക്കഴിയുകയായിരുന്നു. ഓമനപുത്രനെ നഷ്ടപ്പെട്ട വേദനയിൽ പിതാവ് ഹാരിസ് സമനില തെറ്റിയവനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല. ഒരു ദിവസം ഹാരിസത്തിന്റെ കുടുംബക്കാർ മക്ക തീർത്ഥാടനത്തിന് വന്നതായിരുന്നു. അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയ സെയ്ദിനെ പോലെ തന്നെ ഒരു കുട്ടി. പക്ഷേ അവൻ വളരെ സന്തോഷത്തിലാണ്. സയ്യിദ് തന്നെയാണെന്ന് ഉറപ്പിച്ച് അവനോട് അവർ സംസാരിച്ചു. അവൻ എല്ലാ വിശേഷങ്ങളും സന്തോഷപൂർവ്വം അവർക്ക് പറഞ്ഞുകൊടുത്തു. അവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ വളർത്തിയ മകനാണ്. അവനിപ്പോൾ മുമ്പുള്ളതിനേക്കാളും സന്തോഷത്തിൽ കഴിയുന്നു. ആ സംഘം തിരിച്ചുപോയി സയ്യിദിന്റെ മാതാപിതാക്കളോട് വിവരം പറഞ്ഞു. ഇതു കേൾക്കേണ്ട താമസം സൗദയും ഹാരിസും സന്തോഷത്താൽ മതിമറന്നു. മക്കയിൽ പോയി സയ്യിദിനെ തിരിച്ചുകൊണ്ടുവരാൻ അവർ വെമ്പൽ കൊണ്ടു. ഹാരിസും സഹോദരൻ കാബും കുട്ടിയെ മോചിപ്പിക്കാൻ ഉള്ള പണവുമായി മക്കയിലേക്ക് തിരിച്ചു. അവർ ഖദീജ ബീവിയുടെ വീട് അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അവർ പ്രവാചകന്റെ അരികെ പോയി ഞങ്ങളോട് ദേ കാണിക്കണം, ഞങ്ങളുടെ കുഞ്ഞിനെ വിട്ടുതരണം എന്ന് പറഞ്ഞു. മോചിപ്പിക്കാൻ ഉള്ള മോചനം ദ്രവ്യവുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് കേട്ട പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത്? അവർ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സെയ്ദിന് നിങ്ങളുടെ കൂടെ വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ അവനെ പിടിച്ചുവയ്ക്കില്ല. മറിച്ച് അവൻ വരുന്നില്ലെങ്കിൽ നിങ്ങളവനെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകരുത്. അവർക്ക് ആശ്വാസമായി. പൊന്നുമോൻ ഞങ്ങളെ കണ്ടാൽ വരാതിരിക്കില്ല എന്ന് അവർക്കുറപ്പായിരുന്നു. പ്രവാചകൻ സയ്യിദിനെ വിളിച്ചു. താഴ്മയോടെ സെയ്ദ് വന്നു. ഉപ്പയെയും എലാപ്പയെയും കണ്ടിട്ട് അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. റസൂൽ സ്നേഹത്തോടെ സെയ്ദിനെ വിളിച്ചു ചോദിച്ചു, ഇവരെ നിനക്കറിയുമോ മോനെ? അറിയാം, ഇത് എന്റെ ഉപ്പയും ഇളയുപ്പയുമാണ്. ഇവർ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്.
അവരോടൊപ്പം പോവാൻ നിനക്ക് താൽപ്പര്യം ആണെങ്കിൽ നിനക്ക് പോവാം. അതല്ല, എന്നോടൊപ്പം ഇവിടെ താമസിക്കാൻ ആണ് നീ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇവിടെ നിൽക്കാം. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അങ്ങയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അങ്ങ് എനിക്ക് ഉപ്പയുടെയും എലാപ്പയുടെയും സ്ഥാനത്താണ്. ഇത് കേട്ട് അവന്റെ ബാപ്പയും ഇളയപ്പയും ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. എന്താണ് ഈ മോൻ പറയുന്നത്? അടിമത്തത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ലോകത്ത് എവിടെയും കാണാത്ത ഒരു ദിവ്യത്വം ഞാൻ എന്റെ യജമാനനിൽ കാണുന്നു. അദ്ദേഹത്തെ പിരിയാൻ എനിക്ക് ആവില്ല. ഉപ്പ ക്ഷമിക്കണം. ഉടനെ പ്രവാചകൻ സെയ്ദിന്റെ കൈ പിടിച്ചുകൊണ്ട് ജന്മത്യത്തിലേക്ക് പോയി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇവൻ ഇനിമുതൽ സയ്യിദ് ബിൻ മുഹമ്മദ് ആണ്. എന്റെ പുത്രനായിട്ട് ഞാൻ ഇവനെ എടുത്തിരിക്കുന്നു. അത്ഭുതത്തോടെ നിന്നിരുന്ന ഉപ്പയും ഇളയുപ്പയും റസൂലിൽ എന്തെല്ലാമോ പ്രത്യേകതകൾ അവർക്കും അനുഭവപ്പെട്ടു. പിന്നെ വർദ്ധിച്ച സന്തോഷത്തോടുകൂടി അവർ തിരിച്ചുപോയി. തങ്ങളുടെ മകൻ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. പ്രവാചകന്റെ നിഴൽ പോലെ സെയ്ദും എപ്പോഴും ഉണ്ടായിരുന്നു. ജനങ്ങൾ സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങി. നിങ്ങളുടെ പേരുകൾ പിതാക്കളുടെ പേരിനോട് ചേർത്തു വിളിക്കുക എന്ന ഖുർആൻ വചനം ഇറങ്ങും വരെയും അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.